പോണേന്ന്. അപ്പോൾ പോണത് ഇടുക്കിയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ചെന്നിട്ട് നിങ്ങൾ എല്ലാം കാണിച്ചു തരാം. ബൈ. പോയിട്ട് വരാം. അപ്പോൾ വെളുപ്പിന് ഒരു 5:20 സമയം. പുലർന്ന് തന്നെ ഉള്ളൂ. പോയി വന്നിട്ട് അങ്ങനെ പോവാനായിട്ട് എൻ്റെ അനിയത്തിയും ഭർത്താവും മക്കളും പിന്നെ എൻ്റെ ഉമ്മച്ചായി ഞാനൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കും. ഇനിയും കുറച്ച് ആൾക്കാരോട് കയറാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഒന്നിച്ച് ഇവിടെ നിന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണേന്. അങ്ങനെ എല്ലാവരും എത്തി കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേന്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ട് തന്നെയാണ്. ഇപ്പോൾ സമയം 5:30 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേന് ആ ഇരുട്ടത്ത്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ 1 മാസത്തിൽ കൂടുതലായി ട്രിപ്പിന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ സമയം അനുസരിച്ച് ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്കും അടുത്ത ആൾക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോഴും ഒരു ഫാമിലി നമ്മുടെ കൂടെ ഇല്ല. എൻ്റെ ബ്രദറും വൈഫും കുട്ടികളും. അങ്ങനെ അവർക്കും ഇപ്പോൾ വരാൻ തീരെ പറ്റാത്തൊരു സമയം തന്നെ അവരും വന്നിട്ടില്ല. കുട്ടികൾക്കൊക്കെ വയ്യായികയൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇതിൻ്റെ അകത്ത് വണ്ടിയിൽ കയറിയിട്ട് പാട്ടും ബഹളവും നല്ലൊരു വൈബായിരുന്നു എല്ലാവരും കൂടിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. मगर जी नहीं सकते तुम्हारे बिना, हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना, हमें तुमसे प्यार. അങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും നല്ല ഭംഗിയാണ്. നേരം പുലർന്നു വരുന്ന സമയവും ഇങ്ങനെ മഞ്ഞും ചെറിയൊരു കോടമഞ്ഞിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത് തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. Hello. കൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ,
എന്നാത്മസംഗീത ശില്പം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഇനിയില്ല, ഇതാണത്രേ ഉള്ളൂ. എന്തെങ്കിലൊക്കെ പാടിക്കോട്ടെ. കുറച്ച് നേരം ഇവിടെ നിർത്തി കുത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
ഞങ്ങൾ ഇടുക്കിയിലെത്തിയിട്ട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അയ്യോ വളരെ മോശമായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ മാത്രമല്ല അവരുടെ ബിഹേവിയറും എല്ലാം വളരെ മോശമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അത് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി മിഴിനീരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതച്ചും കുങ്കുമമല്ലേ മധുമന്തിനിയാക്കി അവളെ പനിനീർ മലരാക്കി അടുത്തേക്കൊക്കെ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. അടുത്ത് വെച്ചിട്ട് പാടുമ്പോ നന്നായി പാടി. അറിയാലോ കിളി വന്നു കൊഞ്ചിയ ജാലകവാതി ചാറിയതാരേ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ ദിനവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ വരമഞ്ഞാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി മിഴിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. നീ പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ നിലവ് തൊട്ട മുത്തമിടാസേ എന്നേക ഭൂമി സുത്രിവരാസേ ചിന്ന ചിന്ന ആസേ சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை சுற்றி வர ஆசை சின்ன சின்ன சிறகடிக்கும் ஆசை. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നത് കൽവരി മൗണ്ടിലാണ്. അവിടെ വന്ന് എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിതാ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ഒരു വെയിലുണ്ടായിരുന്നെങ്കിലും വെയിലിൻ്റെ ചൂടൊന്നും അങ്ങനെ ശക്തിയായിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു കാലാവസ്ഥയായിരുന്നു.
കൽവാരി മൗണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോഴാണ് ഒന്നും കൂടി ഭംഗിയായിട്ട് കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഈ സമയത്ത് തന്നെ ചെന്ന് കാണണം, എന്നാലാണ് അതിൻ്റെ ഭംഗി. നമ്മളിതിൻ്റെ മലമുകളിലേക്ക് കയറി ചെല്ലുന്തോറും കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, അതിഭംഗിയാണ് കാണാനായിട്ട്. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ ഹോളിവുഡ് നായകൻ ലിയോനാർഡോ ഡികാപ്രിയോ ഈ മലമുകളിൽ വരികയും ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെയെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തത് ഇവിടെ വച്ചിട്ടാണെന്നാണ് പറയണത്. അത്ര ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ കയറി ചെന്നതിന് ശേഷം വിശ്രമിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തോടുകൂടി സ്ഥലമുണ്ട്. മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് അവിടെ എല്ലാവരും കുറേ നേരം ഇരുന്നു. പിന്നെ ഓരോരുത്തർ ഫോട്ടോ എടുക്കലും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കണേന്. അവിടെ എല്ലാം കണ്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോണത്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവിടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ പോകാത്തവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇത് കാണിക്കണത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.